ലിബി സജീന്ദ്രൻ കൊച്ചിയിൽ നിന്നും പ്രധാന വാർത്തയുമായിട്ടുണ്ട്. കയർ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആക്ഷേപങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത്. മാത്രമല്ല, അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു ലോബി അവിടെയുള്ള ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഒരു ശബ്ദരേഖ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ശബ്ദരേഖ ഒന്ന് കേട്ടുവരാം. എന്റെ മകനും കയർ ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ത്രിപുരയിലാണ് അവൻ ജോലി ചെയ്യുന്നത്. അവൻ 23 വർഷം ആർമി സർവീസിൽ ജോലി ചെയ്ത മകനാണ്. നല്ല രീതിയിൽ നല്ല സത്യസന്ധമായി ജോലി ചെയ്ത് നല്ല സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന മകനാണ്. പക്ഷേ ഈ കയർ ബോർഡിൽ ഈ ത്രിപുരയിൽ പോയതിനു ശേഷം എന്റെ കുഞ്ഞ് ആ സത്യസന്ധത നിലനിർത്തി അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ അവർക്ക് ചില ബില്ലുകള് അവർക്ക് പാസ്സാക്കി കൊടുക്കണം, അതിനകത്ത് സൈൻ വേണമെന്ന് പറഞ്ഞു. അവൻ അത് വായിച്ചു നോക്കിയപ്പോൾ അത് സത്യസന്ധമായുള്ള കാര്യമല്ല എന്ന് മനസ്സിലായിട്ട് അവൻ അത് സൈൻ ചെയ്ത് കൊടുക്കാൻ വിസമ്മതം കാണിച്ചു. ഈ വിസമ്മതം കാണിച്ച ആ സമയം മുതൽ എന്റെ കുഞ്ഞിന് ഒരുപാട് വിഷമങ്ങളുണ്ട്. നല്ല എമൗണ്ട് ഉള്ള ബില്ലുകളാണ് അതെല്ലാം. അതൊക്കെയും അവൻ സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവന് ഭീഷണിയുണ്ട്. പിന്നെ അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫുണ്ട്, ഇവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടെമ്പററി ആയിട്ട് ഒരു സ്റ്റാഫുണ്ട്, പിന്നെ ഒരു സ്വീപ്പറുണ്ട് ലേഡി. അന്നേരം ഇവൻ ലീവിന് വീട്ടിൽ വന്നപ്പോ ആ സമയത്ത് ആ 2 പേർക്കും എന്തോ പറഞ്ഞിട്ട് എനിക്ക് എന്റെ മകൻ എതിരായിട്ട് നിന്ന് എന്തോ ആ ലേഡി അടുത്ത് പറഞ്ഞ് ഒരു കെട്ടുകഥ ഉണ്ടാക്കി എന്റെ മോനെ കൊടുക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് എന്തെങ്കിലും ഭീഷണി വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. എനിക്കുണ്ട്, ഞാനത് പറഞ്ഞതാ. 2 ആഴ്ചയായി അവന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദ സംഭാഷണം കൊല്ലം സ്വദേശിനിയായ മോളി ലൂക്കോസിന്റേതാണ്. മോളി ലൂക്കോസിന്റെ മകന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നാണ് ഇപ്പോൾ മോളി ലൂക്കോസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ജിതേന്ദ്ര ശുക്ല എന്ന കയർ ബോർഡിലെ തൊഴിൽ മുൻ സെക്രട്ടറിക്കെതിരെയാണ് ശക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കൊപ്പം ലിബി സജീന്ദ്രൻ ചേരുന്നുണ്ട്. ഇവരുടെ മകന്റെ ജീവൻ അപകടത്തിലാണ് എന്നും ലൈംഗികാരോപണം വരെ ഉയർത്തിയെന്നുമാണ്, അങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചു എന്നുമാണ് മോളി ലൂക്കോസ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ലിബി സജീന്ദ്രൻ, ഈ കയർ ബോർഡിലെ ഉദ്യോഗസ്ഥ മാഫിയക്കെതിരെ വളരെ ശക്തമായ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്ന ഈ ശബ്ദരേഖയിലും വലിയ ആശങ്കയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കയർ ബോർഡിൽ സംഭവിക്കുന്നത്? ഈ ജിതേന്ദ്ര ശുക്ല അടക്കമുള്ള ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ ഭീഷണിയൊക്കെ ഏതു സാഹചര്യത്തിലാണ് ലിബി? ഡോക്ടർ അരുൺ, ഈ കയർ ബോർഡുമായി ബന്ധപ്പെട്ട തൊഴിൽ പീഡന പരാതികളുടെ എല്ലാം മുന നീണ്ടു നിൽക്കുന്നത് മുൻ സെക്രട്ടറി ജിതേന്ദ്രകുമാർ ശുക്ലയിലേക്കാണ്. ജോളി മധുവിന്റെ പ്രധാന ആരോപണവും ഇദ്ദേഹത്തിനെതിരെ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദ സംഭാഷണത്തിൽ ഈ അമ്മയുടെ മകൻ 2024 ജനുവരി മുതൽ ത്രിപുരയിലെ അഗർത്തലയിലുള്ള കയർ ബോർഡിന്റെ ഷോറൂമിലെ ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം അവിടെ 23 വർഷം ആർമിയിൽ സർവീസ് ചെയ്ത ഒരാളാണ്. അവിടേക്ക് ചെന്നതിന് ശേഷം അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. അതായത് ആ സമയത്ത്, അതായത് 2024 അദ്ദേഹം കണ്ടുപിടിക്കുന്ന ക്രമക്കേട് എന്താണ് എന്ന് വെച്ചാൽ 2021 മുതൽ 2023 വരെ ഈ വടക്ക് ഭാഗത്തിൻ്റെയും കിഴക്ക് ഭാഗത്തിൻ്റെയും ചുമതലയുള്ള സോണൽ സോണൽ ഓഫീസറാണ് ഈ ജിതേന്ദ്രകുമാർ ശുക്ല അന്ന്. ആ സമയത്ത് അദ്ദേഹം പ്രധാനമായും ഈ ഷോറൂമിൽ നിന്ന് കരാറുകളാണ്, അതായത് സപ്ലൈ നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാറുകൾ വയ്ക്കും. ഈ ഉദ്യോഗസ്ഥൻ അവിടെ ചെന്നപ്പോൾ കണ്ടുപിടിക്കുന്നു അതിന് മുൻപ് നടന്ന എല്ലാ കരാറുകളിലും വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നു. അതായത് കൃത്യമായ ടെൻഡർ ക്ഷണിക്കാതെയും കൊട്ടേഷൻ വെക്കാതെയും ഒക്കെ താല്പര്യത്തിന് അനുസരിച്ച് ഈ ശുക്ലയുടെ നിർദ്ദേശപ്രകാരം കരാറുകൾ നൽകുകയായിരുന്നു. ലക്ഷങ്ങളുടെ തിരിമറിയാണ് ഈ ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചത്. ഇത് ഇദ്ദേഹം 2024 ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതേ തുടർന്ന് ഈ ശുക്ല 2024 ജൂലൈ 5-ാം തീയതി സസ്പെൻഷനിലായി. അതായത് പല ക്രമക്കേടുകൾ കണ്ടുപിടിച്ചു. അതിലൊരു ക്രമക്കേടായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടിയ ക്രമക്കേട്. അങ്ങനെ ഈ ശുക്ലയെ സസ്പെൻഡ് ചെയ്യുന്നു. ഓർക്കേണ്ടതുണ്ട്, ശുക്ലയെ ജൂലൈ 5-ാം തീയതി 2024 ജൂലൈ 5-ന് സസ്പെൻഡ് ചെയ്യുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ ദിവസം തന്നെ സസ്പെൻഷനിലായ തിരികെ ജോലിയിൽ കയറുന്നു. അവിടെയും മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായി. 2024 ജൂലൈ മാസം പാതിയിൽ 14-ാം തീയതി അന്നത്തെ കയർ ബോർഡിൻ്റെ സെക്രട്ടറി, ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് കയർ ബോർഡിൻ്റെ സെക്രട്ടറി എന്നുള്ളത്, അന്ന് ആ പോസ്റ്റ് വഹിച്ചിരുന്ന
കുപ്പുരാമു ദുരൈപാണ്ഡി എന്ന ആൾ വിരമിക്കുന്നു. വിരമിച്ചു കഴിഞ്ഞപ്പോൾ ആ തസ്തികയുടെ അധിക ചുമതല കൂടി, അതായത് സെക്രട്ടറി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കയർ ബോർഡിൻ്റെ അധിക ചുമതല കൂടി ഈ ഇത്രയും അഴിമതി കറയുള്ള ഈ ശുക്ലയ്ക്ക് നൽകുകയാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് ശുക്ലയെ ഏതെങ്കിലും രീതിയിൽ ശുക്ലയുടെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചവരെല്ലാം ഉപദ്രവിക്കുന്നു. അങ്ങനെയാണ് ജോളി മധുവും ശുക്ലയുടെ അനിഷ്ട കഥാപാത്രമായത്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത്, ഈ ഉദ്യോഗസ്ഥൻ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഉണ്ടായിരുന്ന ഒരു താൽക്കാലിക ജീവനക്കാരിയെ കൊണ്ട് സ്ത്രീ പീഡന പരാതി, ലൈംഗിക പരാതി കൊടുപ്പിക്കാൻ വരെ ശുക്ല ശ്രമിച്ചു. എന്നാൽ അവരൊരു കുഴപ്പമില്ലാത്ത സ്ത്രീ ആയതുകൊണ്ട് അവർ ആ കാര്യം തുറന്നു പറയുകയാണ്.